ഇത് ഒരു എല്ലാവരെയും മനസ്സിനെ വലിയ ചാഞ്ചല്യം ഒരു വാർത്തയാണ് നമ്മൾ അമ്പലവയൽ പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വയനാട് താലൂക്കുകൾ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോണ്ടക്സ്റ്റിൽ എനിക്ക് പറയാനുള്ളത്, പണ്ട് കോട്ടൂളി കോഴിക്കോടിന്റെ കിഴക്ക് ഭാഗത്ത് ഇതുപോലെ ഇരമ്പലും ശബ്ദങ്ങളും എല്ലാം കേട്ടു. ആളുകളൊക്കെ പരിഭ്രാന്തരായി. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഇവിടുത്തെ അമ്പലവയലിലെ പ്രശ്നം വേറൊന്നുമല്ല. നമ്മുടെ വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞ തൊട്ടു പിന്നാലെ ആണ് ഈ പറഞ്ഞ സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം സേഫ് ആണെന്ന് വിചാരിച്ച് അമ്പലവയലിൽ താമസിച്ചവർക്കൊരു ടെൻഷനാണ്. ഉറങ്ങാൻ പോലും ഒക്കില്ലായിരിക്കും. പക്ഷെ ഇതിന്റെ റീസൺ നമ്മുടെ കയ്യിലൊന്നുമല്ല. ലക്ഷദ്വീപ് സീ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജനം അറേബ്യൻ കടൽ എന്ന് പറയുന്ന അതിന്റെ അടിത്തട്ടിലെ ചലനങ്ങൾ കൊണ്ട് അത് 24 മണിക്കൂറും 365 ദിവസവും നടക്കുകയാണ്. ഈ ചലനങ്ങളുടെ ഒരു പ്രതിഫലനം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കേണ്ട, അതിന്റെ ഒരു റിപ്പിളാണ് ഈ നമ്മുടെ ഇന്ത്യൻ പെനിൻസുലയുടെ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ പെനിൻസുലാർ ഇന്ത്യ ഈസ് ഡിഫറെന്റ് ഫ്രം നോർത്തേൺ ഇന്ത്യ, ഹിമാലയൻ ബെൽറ്റ്. ആ പെനിൻസുലാർ ഇന്ത്യയിലെ റോക്ക് ലേയേഴ്സില് ഇത് വന്ന് എത്തുമ്പോഴാണ് ഇത്തരം ചെറിയ പ്രകമ്പനമോ ഒച്ചയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പഴയ കാലത്തുണ്ടായതുപോലെ കിണറിനകത്ത് വെള്ളത്തിൽ തിര ഇളകുകയോ, ഇതെല്ലാം സംഭവിക്കാവുന്നതാണ്. പക്ഷെ ഇത് ഒരു ലൈഫ് ത്രെട്ടനിങ് ആണെന്ന് ഒരു ജിയോ സയന്റിസ്റ്റ് ആയിട്ട് എനിക്ക് ഒരിക്കലും പറയാനൊക്കില്ല. പ്രത്യേകിച്ച് പറഞ്ഞത് ലക്ഷദ്വീപ് സീയിലെ ഒരു മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്നൊരു സാധനമുണ്ട് ലക്ഷദ്വീപ് സീ ഫ്ലോറിൽ. നമ്മൾ ആരും അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. വളരെ സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിനെ അറിയാവും. അത് പഴയ കാലത്ത് 20 വർഷം മുമ്പ് നമ്മുടെ ചെമ്പഴന്തിയോ പോത്തങ്കോടോ ഒക്കെ കിണറിൽ പോലും വെള്ളം തുള്ളിച്ചാടുമായിരുന്നു. തെര ഇളക്കം കിണറ്റിലെ വെള്ളത്തില്. അന്നും ഇതൊരു പരിഭ്രാന്തി ഉണ്ടാക്കിയത് ഭൂകമ്പം വരികയാണോ, അത് വരികയാണോ, ഇത് വരികയാണോ. മഴക്കാലമൊന്നുമല്ല, എന്നിട്ട് പോലും അന്നത്തെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെനിൻസുലാർ ഇന്ത്യ ഈ സ്ലൈഡിങ് ആൻഡ് മൂവിങ് ടുവേർഡ് ദ ഹിമലയാസ്. ഈ സ്ലൈഡ് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ച ആം റെസ്ലിംഗ് ആണ്. അതിങ്ങനെ രണ്ടുപേര് ആം റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും അറിയാം. ഇതിങ്ങനെ ബലമായിട്ട് പിടിച്ചിരിക്കും, ഒരു അനക്കവും ഇല്ല. പെട്ടെന്ന് ഒരാള് വളർന്നു തോറ്റുപോകും. അപ്പോഴാണ് എന്തെങ്കിലും ഒരു പ്രകമ്പനം ഉണ്ടാവുകയും അത് സ്വാഭാവികമായിട്ട് ഒരു സോളിഡാണ് റോക്ക് ലെയർ. അതിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിനകത്ത് എന്തൊക്കെ ആധാരപ്പെടുത്തിയിട്ടുണ്ടോ, കിണറായാലും കുളമായാലും എന്തായാലും ഇതിനകത്തെല്ലാം ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവും. ഇത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. ഇത് കോട്ടൂളിയിൽ ഉണ്ടായതിന്റെ വേറൊരു വകഭേദമാണ് എന്ന് മാത്രം കരുതുക. കാരണം ഇങ്ങനെ പറയാൻ കാര്യം എന്തുവാ, നമ്മുടെ പെനിൻസുലാർ ഇന്ത്യ, ഈ വയനാട് എന്ന് പറയുന്ന പെനിൻസുലാർ ഇന്ത്യയുടെ ഭാഗമാണ്. ഇത് ഇതാണ് ക്രൈറ്റോൺ എന്നൊരു വാക്കുണ്ട് ശാസ്ത്രത്തിൽ. അങ്ങനെ ക്രൈറ്റോൺ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണ്. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മള് ഈ ഭൂകമ്പം പോലും മിനിമം, അതായത് ഒരു തരത്തിലുള്ള നഷ്ടവും നാശവും വരാത്ത രീതിയിലുള്ള വരുന്ന ഭൂകമ്പം ഉണ്ടാവുന്ന ഒരു സോണിലാണ് കേരളം ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിന് ഭയപ്പെടാനേ ഒന്നുമില്ല. പക്ഷെ ആളുകൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. അതിന് നമ്മള് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇത് അപകടകാരിയല്ല? അപകടകാരിയാണെന്ന് പറയാനേ പറ്റില്ല. ഒരു ട്രെയിൻഡ് ജിയോ സയന്റിസ്റ്റ്, ട്രെയിൻഡ് ജിയോ ഫിസിസിസ്റ്റ് വിൽ നോട്ട് സേ. ഇറ്റ് ഈസ് നോട്ട് ഇൻഡിക്കേഷൻ ഓഫ് എ ബിഗ് തിങ്. കാരണം ഇന്ത്യൻ പെനിൻസുല 65 മില്യൺ ഇയേഴ്സിന് മുമ്പ്, 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമധ്യരേഖയുടെ സൗത്തിൽ നിന്ന് മെല്ലെ മൂവ് ചെയ്താണ് ഇന്ന് ഹിമാലയത്തിന്റെ അവിടെ പോയിരിക്കുന്നത്. നമ്മളെല്ലാം ഇന്ത്യ ഒന്നാണ്. UP അല്ലെങ്കിൽ കാശ്മീർ, അതൊന്നും ഈ പെനിൻസുലാർ ഇന്ത്യയുടെ, അതായത് എന്താ പറയണേ, വിന്ധ്യന്റെ വടക്കുള്ള പ്രദേശം, അവിടെ പഴയകാലത്ത് ഒരു സമുദ്രമായിരുന്നു. പഴയകാലത്ത് 65 മില്യൺ മുമ്പ്. അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മളൊരു ഭയപ്പെടുന്നതിന്റെ വേറൊരു കാര്യം, ഈ നമുക്ക് അവിടെ ഇപ്പോൾ വലിയൊരു ദുരന്ത മേഖലയായിട്ട് നിൽക്കുന്ന ഇടമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ ഭയപ്പെട്ടു പോകുന്നത്, അല്ലേ? ഒരു സംശയമില്ല. ഈ ബാക്ക് ഡ്രോപ്പിൽ, അവിടുത്തെ ഈ സംഭവത്തിന്റെ ബാക്ക് ഡ്രോപ്പിലാണ് നമുക്ക് അവിടുത്തെ ജനങ്ങൾ, ഞാൻ താമസിച്ചാലും
നിങ്ങൾ അവിടെ ഉണ്ടെങ്കിലും നമുക്കൊരു ടെൻഷനാണ്, ഉറപ്പാണ്. കാരണം നമ്മൾ കാണുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്ത ഡിസ്ട്രിക്ട്, തൊട്ടടുത്ത താലൂക്ക്, തൊട്ടടുത്ത വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത്, അങ്ങനെയല്ലേ. അപ്പൊ അപ്പുറത്തെടുന്നോ അതുവരെ ഇവിടെ വന്നാലെന്തോന്ന് നമ്മൾ ധരിച്ചു പോയാൽ, അല്ലെങ്കിൽ വിചാരിച്ച് വികാരം ഉണ്ടായാൽ, അല്ലെങ്കിൽ സങ്കടം ഉണ്ടായാൽ ഒരിക്കലും കുറ്റം പറയരുത്. പക്ഷെ പറയേണ്ട എന്താണ്, ഇതുകൊണ്ട് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂകമ്പത്തിന്റെ വാണിംഗ് ആണെന്ന് ധരിക്കുന്ന ആളുകൾ പോലും ഉണ്ടാവും. പക്ഷെ അല്ല. നമ്മുടെ ഏരിയ കേരള എന്ന് പറയുന്നത് ഈ എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയയിലെ ഏറ്റവും തീവ്രത കുറഞ്ഞ ഭൂകമ്പം എന്നുള്ള വാക്കുമല്ല, പ്രകമ്പനമുള്ള പ്രദേശമാണ്. അതാണ് വ്യത്യാസം. അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ സേഫ് ആണെന്ന് അർത്ഥം. തീർച്ചയായിട്ടും. ആ 4th സോൺ എന്ന് മറ്റാണ് പറയണത്. ഞാൻ ഡൽഹിയിൽ പോയി 77 താമസിക്കുമ്പം എല്ലാവരും പറഞ്ഞു, സാറേ ഭൂകമ്പം ഇറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഡൽഹി കേരള ഹൗസിൽ എന്റെ ജീവിതത്തിൽ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് 1977. അന്നും അവിടെ കേരള ഹൗസ് അത്രയും ഭാഗം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. എല്ലാ വർഷങ്ങളും ഏത് വർഷമായാലും 1-2 ഒരു ചെറിയ എർത്ത് ട്രെമർ ഡൽഹി മുഴുവൻ ഫീൽ ചെയ്യും. ഒന്നും സംഭവിക്കണില്ലല്ലോ. അതാണ് അതിന്റെ വ്യത്യാസം. അതായത് ഇപ്പൊ ടർക്കിയിലോ മെക്സിക്കോയിലോ അല്ലെങ്കിൽ ഇന്നലെ ജപ്പാനിലൊരു ഭൂകമ്പം ഉണ്ടായി 6.7, അങ്ങനെയുള്ള സംഭവമേ അല്ല ഇത്.